സാൻസറെ ഞാനൊരു പുതിയൊരു സംഭവത്തെ പരിചയപ്പെടുത്തി തരാം. ഇത്രയും കാലം പിന്നെ ആരും കാണിക്കാത്തൊരു സംഭവം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ തൊണ്ടയിൽ മുഴ ഉണ്ടാവുമല്ലോ, തൈറോയ്ഡ് മുഴ. ആ മുഴയെ ഇത് ഈ ഇല ചുക്കി എടുത്താളെ. ചുക്കി പറഞ്ഞാല് ഇത് വെള്ളം കാച്ചി കുടിക്കുകയാണെങ്കിൽ ഇത് വെള്ളം വെട്ടിട്ട് വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് ഡെയിലി കുടിക്കുക. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വേണമെങ്കിൽ പച്ചമഞ്ഞൾ വേണമെങ്കിൽ ഇടാം. ഇത് നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന സാധാരണ ചെറിയ ചുണ്ട പോലുള്ള ഒരു സാധനമല്ലേ? അതാണ്. എല്ലായിടും ഉണ്ടോ ഇത്? ഇത് എല്ലാ സ്ഥലത്തും കാണത്തില്ല, എന്നാലും ചില സ്ഥലങ്ങളിലുണ്ട്. ഈ കായ് അടക്കം നിങ്ങൾക്ക് തിളപ്പിക്കാം. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മഞ്ഞ കളറാകും വെള്ളം. ആ വെള്ളം ഡെയിലി കുടിക്കുകയാണെങ്കിൽ ഇത്ര വലിയ തൈറോയ്ഡ് ഉണ്ടല്ലോ, മുഴയായിട്ടുള്ള ബോള് പോലെ കെട്ടിക്കിടക്കുന്ന ഈ സാധനം ചുങ്ങിക്കളയും. സൈഡ് എഫക്ട് ഒന്നും വരത്തില്ല. സൈഡ് എഫക്ട് ഇല്ല. എത്ര വലിയ കാലപ്പഴക്കമുള്ള കഫത്തെയും ഇളക്കും. അതേമാതിരി ആസ്മ ഉള്ളവർക്കും പറ്റും. ആസ്മ കഫം കെട്ടിട്ടാണല്ലോ, അവർക്കും ഇങ്ങനെയുള്ള ഈ മുഴയുള്ള ആൾക്കാർ കഫം തേങ്ങി നിൽക്കും. ചില ആൾക്കാർ ഇത് പുറത്തേക്ക് റിലീസ് ആവും ഒരു 10 ദിവസം കൊണ്ട്. കൂടുതൽ ദിവസം വേണ്ട. അത്രയും പെർഫെക്റ്റ് ഉള്ള സാധനം, അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന്. അപ്പൊ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമില്ല. ഇത് എങ്ങനെയാ ഇതിനെ കുറിച്ചുള്ള ഒരു ആധികാരികമായിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇത് ആധികാരികമായിട്ട് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇത് ഞാന് പിന്നെ ഞാൻ ഒരുപാടൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് പരീക്ഷിച്ചു. എന്റെ അമ്മ അല്ലേ, എന്റെ അമ്മ അച്ഛണ്ടാവുമ്പോ ഇങ്ങനെ ഈ കഫക്കെട്ട് നിർത്തുന്ന ഒരു സിസ്റ്റം, അത് അലോപ്പതിയിലുള്ളതാണെന്ന് അറിയില്ല. അച്ഛണ്ടാകുമ്പോ ചെയ്തതാണ്. ഒരുപാട് ഗുളിക ഇങ്ങനെ കഫം ഉണ്ടാകുമ്പോ ഒരുപാട് ആൾക്കാർ ഈ പഞ്ചായത്തിന് അവിടെ നിന്നൊക്കെ വന്ന് പല ആൾക്കാർ ഗുളിക കൊടുക്കും. ഗുളിക കുടിച്ചിട്ട് അത് കഫം നിർത്താൻ വേണ്ടി കഴിക്കുമ്പോൾ അതൊരു ബോൾസായി മാറും. ഇങ്ങനെയാണ് ഈ വണ്ണം വെക്കുന്നത്. ശരിക്കും അങ്ങനെ ഒന്നിനെയും സ്റ്റോപ്പ് ചെയ്ത് ശരീരത്തിൽ നിർത്താൻ പാടില്ല. ഇതിനെ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കാലം അച്ഛൻ മരിച്ചു പോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ ഈ മരുന്ന് പരീക്ഷിച്ചു. തൈറോയിഡിന് ഡെയിലി ഇങ്ങനെ ഓരോ ഗുളിക ചെറുത് കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് വലിച്ചെറിഞ്ഞിട്ട് ഇത് കൊടുത്തു. ഈ ബോൾസ് പോയി കംപ്ലീറ്റ് പോയി. ബോൾസ് പോയി. അതേമാതിരി കഫക്കെട്ട് എല്ലാം ഇളകിപ്പോയി. ഒരു അസുഖമില്ല. ഇത് അങ്ങനെയാണ്. ഇത് ഞാൻ ഇത് പണ്ടേ ഇതെല്ലാരും ചെയ്യുന്നതാണ്. എന്നാൽ ഇങ്ങനത്തെ ഒരു ഗുണം ഞാൻ എന്നിൽ തന്നെ എന്റെ വീട്ടിൽ തന്നെ പരീക്ഷിച്ച് കണ്ടുപിടിച്ചൊരു സാധനം. ഇത് നിങ്ങളുടെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ഒരു സാധനമല്ലേ? അത് ആദിവാസികൾ ഉണ്ട്. അവരിൽ കണ്ടുപിടിക്കാത്ത ഒരു പല സംഗതി തൈറോയിഡിന് ഗുണമാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. തൈറോയിഡ്, കഫക്കെട്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിലൊരു മാറ്റം ഉണ്ടാകട്ടെ. ഒരു വൈദ്യന്റെ കൺസൾട്ടിങ് കൂടെ ചെയ്യാം.